Dear students, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് വെക്റ്റർ ആൾജിബ്ര. അപ്പോൾ ഒരു വെക്റ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വെക്റ്റർ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. എക്സാമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു വെക്റ്റർ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ എനെ പറയുന്ന പേരാണ് ഇനീഷ്യൽ പോയിന്റ്. ബിനെ പറയുന്നതാണ് ടെർമിനൽ പോയിന്റ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ. എ ബി എന്ന് പറയുന്ന ഒരു വെക്റ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ബി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി നമ്മൾ ഡിനോട്ട് ചെയ്യുക മോഡുലസ് ഓഫ് എ ബി എന്നാണ്. Next is position vector of a point. P എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളിവിടെ സ്പേസിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, ഇവിടുത്തെ ഒറിജിൻ ഒ പി എന്ന് പറയുന്ന വെക്ടറിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് പി എന്ന് പറയുക. ഇഫ് പിയുടെ കോർഡിനേറ്റ്സ് എക്സ്, വൈ, സെഡ് ആണെങ്കിൽ മോഡുലസ് ഓഫ് ഒ പി ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. നമുക്കിതിനെ ഒരു ആർ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ വരച്ചേക്കുന്നത് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനും ഇത് വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനും ഇത് സെഡ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനും ആണെങ്കിൽ ഈ ഒ പി എന്ന് പറയുന്ന ടീച്ചർ ഇങ്ങനെ വരച്ചെങ്കിലും നിങ്ങൾ ഇങ്ങനെ അതിനെ ഇമാജിൻ ചെയ്യണം കേട്ടോ. ഇങ്ങനെ സ്പേസിലുള്ള ഒരു പോയിന്റിലേക്കുള്ള വെക്ടർ ഒ പി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, ഇവിടുത്തെ ആംഗിൾ ബീറ്റ, ഇവിടുത്തെ ആംഗിൾ ഗാമ ആണെങ്കിൽ ഈ ആൽഫ, ബീറ്റ, ഗാമയെ വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ ആംഗിൾസ്. അതുപോലെ ഇവരുടെ കൊസൈൻസ്, അതായത് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, കൊസൈൻസ് ഓഫ് ഡയറക്ഷൻ ആംഗിൾസ്. കോസ് ആൽഫ ഈക്വൽ ടു നമുക്കൊരു എൽ കൊണ്ട് സൂചിപ്പിക്കുക. എൽ ഈക്വൽ ടു എക്സ് ബൈ ആർ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മളിവിടെ എക്സ്, വൈ, സെഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ എക്സ്, വൈ, സെഡ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതാണ് നമ്മൾ ആൽഫ പറഞ്ഞത്, ഇത് ബീറ്റ, ഇത് ഗാമ ആണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും എക്സ് വരിക, ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും വൈ വരിക, ഇത്രയും ആയിരിക്കും സെഡ് വരിക. അപ്പോൾ ഇവിടുത്തെ കോസ് ആൽഫ എന്ന് പറയുന്നത് എക്സ് ബൈ ആർ ആയിരിക്കും. കോസ് ഗാമ ഈക്വൽ ടു എം കൊണ്ട് സൂചിപ്പിക്കാം, വൈ ബൈ ആർ ആയിരിക്കും. കോസ് ബീറ്റ, കോസ് ഗാമ എൻ ഈക്വൽ ടു സെഡ് ബൈ ആർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? എക്സ് ബൈ ആർ സ്ക്വയർ പ്ലസ് വൈ ബൈ ആർ സ്ക്വയർ പ്ലസ് സെഡ് ബൈ ആർ square equal to x square plus y square plus z square by r square. R equal to root of x square plus y square plus z square ആണ്. അപ്പോൾ equal to r square by r square equal to 1. Okay, so l square plus m square plus n square equal to 1. Next is type of vectors. First, zero vector. സീറോ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എ വെക്റ്റർ ഓഫ് മാഗ്നിറ്റ്യൂഡ് സീറോ. ഈ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് സീറോ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് സീറോ ആകുമ്പോഴാണ് അതിന് നമുക്ക് സീറോ വെക്റ്റർ എന്ന് വിളിക്കാൻ പറ്റുക. അടുത്തത് യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്റർ എന്ന് വെച്ചാൽ ഇതേ ഐഡിയ തന്നെയാണ്. മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും വരിക? മാഗ്നിറ്റ്യൂഡ് 1. മാഗ്നിറ്റ്യൂഡ് 1 ആവുന്ന വെക്റ്ററിനെയാണ് നമുക്ക്
യൂണിറ്റ് വെക്റ്റർ എന്ന് വിളിക്കാൻ പറ്റുക. നെക്സ്റ്റ് ഈസ് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ്. കോ ഇനീഷ്യൽ വെച്ചാൽ നമുക്ക് ഒരുമിച്ച് എന്നുള്ള മീനിങ്, ഇനീഷ്യൽ സ്റ്റാർട്ടിങ്. അപ്പോൾ ഒരേ സ്റ്റാർട്ടിങ് ഉള്ള വെക്റ്റേഴ്സിനെയാണ്, ഇപ്പോൾ നമുക്കിവിടെ ഒരു എ എന്ന് പറയുന്ന ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ഇവിടെ ബി, ഇവിടെ സി. അപ്പോൾ എ ബിയും എ സിയും കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ് ആണെന്ന് പറയാം. അതായത് വെക്റ്റേഴ്സ് സ്റ്റാർട്ട്സ് അറ്റ് ദ സെയിം പോയിന്റ് അല്ലെങ്കിൽ സെയിം ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ വെക്റ്റേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക, കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ് എന്ന് പറയുക. സ്റ്റാർട്ട്സ് അറ്റ് സെയിം അല്ലെങ്കിൽ സെയിം ഇനീഷ്യൽ പോയിന്റ്. നെക്സ്റ്റ് ഈസ് കൊളീനിയർ വെക്റ്റേഴ്സ്. കൊളീനിയർ വെക്റ്റേഴ്സ് എന്ന് വെച്ചാൽ പാരലൽ വെക്റ്റേഴ്സിനെയാണ് നമ്മൾ കൊളീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. കൊളീനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പഠിച്ചേക്കുന്നത് ഒരു ലൈനുമേലത്തെ, ഇങ്ങനെ ഒരു ലൈനാണെങ്കിൽ ആ ലൈനുമേലത്തെ പോയിന്റ്സിനെയാണ് കൊളീനിയർ പോയിന്റ്സ് എന്ന് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇവിടെ വെക്റ്ററിൻ്റെ ബേസിൽ ഇങ്ങനെയാണ്, വെക്റ്ററിൻ്റെ കേസിൽ ഇങ്ങനെയാണ് വരിക. പാരലൽ ആയിട്ടുള്ള വെക്റ്റേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക, പാരലൽ ആയിട്ടുള്ള വെക്റ്റേഴ്സിനെയാണ് നമുക്ക് കൊളീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റുക. അടുത്തത് ഈക്വൽ വെക്റ്റേഴ്സ്. ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ആൻഡ് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും സെയിം ആയിട്ടുള്ള വെക്റ്റേഴ്സിനെയാണ് നമുക്ക് ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റുക. അതുപോലെ നെഗറ്റീവ് വെക്റ്റർ. നെഗറ്റീവ് വെക്റ്റർ എന്ന് വെച്ചാൽ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു വെക്റ്റർ എ ഇങ്ങോട്ടാണെങ്കിൽ വെക്റ്റർ ബി ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, നെഗറ്റീവ് വെക്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ എന്നാൽ എങ്ങനെ ആയിരിക്കും, ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ആയിരിക്കും വരാം. അതായത് നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് വെക്റ്റർ ഇങ്ങനെ കാണിക്കാം, വെക്റ്റർ എ ഈക്വൽ ടു മൈനസ്. നെഗറ്റീവ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഒന്നുകൂടി പറയാം. സീറോ വെക്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 0 ആവുന്ന വെക്റ്റേഴ്സ്. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആവുന്ന വെക്റ്റർ. കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം ഇനീഷ്യൽ പോയിന്റ് ഉള്ള വെക്റ്റേഴ്സ് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ്. കൊളീനിയർ വെക്റ്റേഴ്സ് പാരലൽ ആയിട്ടുള്ള വെക്റ്റേഴ്സിനാണ് കൊളീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയുക. ഇവർക്ക് മാഗ്നിറ്റ്യൂഡൊന്നും സെയിം ആവുന്നില്ല കേട്ടോ. ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് വെച്ചാൽ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, സെയിം ഡയറക്ഷൻ ആയിരിക്കും. നെഗറ്റീവ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ഈ ഡയറക്ഷനാണെങ്കിൽ ഇപ്പുറത്തെ ഡയറക്ഷൻ ആയിരിക്കും, ഇവർക്ക് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ്. ഇതിനകത്ത് നമുക്ക് 2 ലോസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷനും. ഇത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇഫ് എ ആൻഡ് ബി റെപ്രസെൻറ്റ് 2 sides ഓഫ് എ ട്രയാങ്കിൾ, ദാറ്റ് ഈസ് ഇവിടെ എ ബി ബി സി റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 sides ഓഫ് എ ട്രയാങ്കിൾ, വെക്റ്റർ എ വെക്റ്റർ ബി, എ ബി ബി സി. Then there is some a plus b is represented by the third side of triangle taken in reverse order. അതായത് ഇവിടെ എ ബി പ്ലസ് ബി സി അതെന്തായിരിക്കും, തേർഡ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആയിരിക്കും വരിക. എ ബി പ്ലസ് ബി സി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ട്രയാങ്കിളോ എ ബി പ്ലസ് വെക്റ്റർ എ ബി പ്ലസ് വെക്റ്റർ ബി സി ഈക്വൽ ടു വെക്റ്റർ ബി സി. വെക്റ്റർ എ ബി പ്ലസ് വെക്റ്റർ ബി സി ഈക്വൽ ടു വെക്റ്റർ a plus b. Next is parallelogram law of vector addition. If 2 vectors a and b are represented in magnitude and direction, ഇവിടെ മാഗ്നിറ്റ്യൂഡ് പ്രത്യേകം പറയാൻ കാരണം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് നമുക്കറിയാവുന്നതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ അത് അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. If 2 vectors vector a and vector b are represented in magnitude and direction by 2 adjacent sides of a parallelogram, then ഇതാണ് നമ്മുടെ പാരലോഗ്രാമിൽ ഒ എ ബി സി എന്ന് പറയുന്ന വെക്ടേഴ്സ് ഓഫ് പാരലോഗ്രാം.
ഒ എ എന്ന് പറയുന്ന വെക്ടറിനെ വെക്ടർ എ എന്നും ഒ ബി എന്ന് പറയുന്ന വെക്ടറിനെ വെക്ടർ ബി എന്നും കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ സം വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആയിരിക്കും എന്ന് പറയുന്നത് ഒ സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ ലോ വെച്ച് നമുക്ക് എങ്ങനെ പറയാം? നെക്സ്റ്റ്, കമ്പോണൻറ്റ് ഫോം ഓഫ് എ വെക്ടർ. Component form of vector. ഈ കമ്പോണൻറ്റ് ഫോമിലായിരിക്കും നമ്മൾ വെക്ടേഴ്സിനെ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറയാറുള്ള പോലെ എക്സ് വൈ സെഡ് ആക്സിസുകൾ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഇവിടെ ഒരു പോയിന്റ് പി, അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് വൈ സെഡ് എങ്കിൽ നമുക്കറിയാം ഒറിജിൻ ഒ ഇവിടെ ഒ പി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേര് വിളിക്കുമല്ലോ പൊസിഷൻ വെക്ടർ. അപ്പോൾ ഒ പി എന്ന് പറഞ്ഞായിരിക്കും പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ. എന്നാലും ശ്രദ്ധിക്കേണ്ടത് പ്രമാണ കാര്യങ്ങൾ. ഒ എക്സ് എന്ന് പറയുന്ന വെക്ടറിൻ്റെ അതേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറാണ് ഐ. യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് നമ്മൾ കേപ്പെട്ടിട്ടാണ് കാണിക്കുക. യൂണിറ്റ് വെക്ടർ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. യൂണിറ്റ് വെക്ടർ നമ്മൾ വെക്ടർ ഇങ്ങനെയല്ല കാണിക്കുക. അപ്പോൾ യൂണിറ്റ് വെക്ടർ ആണ് നമ്മളതിനെ എ കേപ്പ് എന്നാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ ഐ കേപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ അലോങ് ഒ എക്സ്. അതുപോലെ ജെ കേപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ അലോങ് ഒ വൈ. ഒ പി എന്ന് പറയുന്ന വെക്ടറിൻ്റെ കമ്പോണൻറ്റ് ഫോം ഇങ്ങനെയായിരിക്കും വരുന്നത്. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. ഒന്നും പറയാം, പോയിന്റ് പി എക്സ് വൈ സെഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഒ എക്സിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് ഐ. ഒ വൈയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് ജെ. ഒ സെഡിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് കെ. പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ ഒ പി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. ഒ പിയുടെ മോഡ്ലെസ് മോഡ് ഒ പി. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒ പി നമ്മൾ ആർ എന്ന് പറയുന്ന ലെറ്ററാണ് കാണിക്കാറ്. ഈക്വൽ ടു എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോൾ ഒരു വെക്ടർ നമുക്ക് തന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഐയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് വൈയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് സെഡിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ കണ്ടിട്ട് സം കണ്ട് അതിനെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാലാണ് നമുക്കൊരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടുക. ഇനി എങ്ങനെയാണ് രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഒരു സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പോൾ വെക്ടർ എ ഈക്വൽ ടു നമുക്ക് A1I പ്ലസ് A2J പ്ലസ് A3K എന്നും വെക്ടർ ബി ഈക്വൽ ടു B1I പ്ലസ് B2J പ്ലസ് B3K എന്നും തരികയാണെങ്കിൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു ഇവരുടെ ഐയുടെ കോഎഫിഷ്യൻസ് തമ്മിൽ കൂട്ടുക, ജെയുടെ കോഎഫിഷ്യൻസ് തമ്മിൽ കൂട്ടുക, കെയുടെ കോഎഫിഷ്യൻസ് തമ്മിൽ കൂട്ടുക, ഐയും ജെയും കെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. A1 പ്ലസ് B1 ഐ ക്യാപ് പ്ലസ് A2 പ്ലസ് B2 ജെ ക്യാപ് പ്ലസ് A3 പ്ലസ് B3 കെ ക്യാപ്. ഇതുപോലെ ആയിരിക്കും അഡീഷൻ വരിക. എ മൈനസ് ബി ഇതുപോലെ A1 മൈനസ് B1 ഐ പ്ലസ് A2 മൈനസ് B2 ജെ പ്ലസ് A3 മൈനസ് B3 കെ. ഇതിൻ്റെ ഇടയിലുള്ള ചിഹ്നം പ്ലസ് തന്നെയാണ് കേട്ടോ, അല്ലാതെ അത് പിന്നെ മൈനസ് ഇടരുത്. അതിന് കാരണം നമ്മളിവിടെ മൈനസ് ഓൾറെഡി ഇടുന്നുണ്ട്. ഇത് മൈനസ് ഇത് പ്ലസ് ഇത് മൈനസ് ഇത് പ്ലസ് ഇത് മൈനസ് ഇത്. അടുത്തൊരു സ്കേലാർ കൊണ്ട് ഒരു വെക്ടറിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. ലാംഡ എന്ന് പറയുന്ന ഒരു സ്കേലാർ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക? ലാംഡ ഇൻറ്റു വെക്ടർ എ ഈക്വൽ ടു ലാംഡ ഇൻറ്റു A1I പ്ലസ് A2J പ്ലസ് A3K ഈക്വൽ ടു
ഈ ലാംഡനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അത്രയല്ല നമ്മൾ സാധാരണ ആൾജിബ്രയിൽ ചെയ്യണ പോലെ ലാംഡ a1i പ്ലസ് ലാംഡ a2j പ്ലസ് ലാംഡ a3k ഇങ്ങനെയായിരിക്കും വരിക. നെക്സ്റ്റ് ഈക്വൽ വെക്ടേഴ്സ്. ഈക്വൽ വെക്ടേഴ്സ് എന്താണ് നമ്മൾ കണ്ടതാണ്. രണ്ട് വെക്ടേഴ്സ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആകുമ്പോഴാണ് അവരെ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയാം. അത് നമുക്ക് കമ്പോണന്റ് ഫോമിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വെക്ടർ a equal to a1i plus a2j plus a3k എന്നും വെക്ടർ b equal to b1i plus b2j plus b3k എന്നും പറയുകയാണെങ്കിൽ വെക്ടർ a equal to വെക്ടർ b ആവണമെങ്കിൽ a1 equal to b1 ആയിരിക്കണം, a2 equal to b2 ആയിരിക്കണം, a3 equal to b3 ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് വെക്ടർ എയും വെക്ടർ ബിയും ഈക്വൽ വെക്ടേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്ത കൊളീനിയർ വെക്ടേഴ്സ്. കൊളീനിയർ വെക്ടേഴ്സ് നമ്മൾ കണ്ടു. പാരലൽ വെക്ടേഴ്സിനെയാണ് കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയുക. ഇത് ഈക്വൽ. അടുത്തത് കൊളീനിയർ വെക്ടേഴ്സ്. ഇതുപോലെ എയും ബിയും കൊളീനിയർ എന്ന് പറയണമെങ്കിൽ എയും ബിയും കൊളീനിയർ എന്ന് പറയണമെങ്കിൽ ഉള്ള കണ്ടീഷൻ ഇങ്ങനെയാണ്. a1/b1 ഈക്വൽ ടു a2/b2 ഈക്വൽ ടു a3/b3 ആയിരിക്കണം. അപ്പോൾ a1/b1 എടുത്തു കഴിഞ്ഞാൽ a2/b2 എടുത്താലും a3/b3 എടുത്തു കഴിഞ്ഞാലും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ കൊളീനിയറിൻ്റെ മെയിൻ കണ്ടീഷൻ ഇങ്ങനെയാണ്. വെക്ടർ എയും വെക്ടർ ബിയും കൊളീനിയർ എന്ന് പറയണമെങ്കിൽ വെക്ടർ എ ഈക്വൽ ടു ലാംഡ ഇൻറ്റു വെക്ടർ ബി എന്ന് കിട്ടാം. ഓക്കെ. ഇനി അടുത്തത് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ നമ്മളിപ്പോൾ അറിയൽ കഴിഞ്ഞു. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 1 ആണ്. എ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 1 ആണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വെക്ടർ എ തന്നിട്ടുണ്ടെങ്കിൽ a1i പ്ലസ് a2j പ്ലസ് a3k എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ഈ വെക്ടർ എ ഇങ്ങനെ ആയിരിക്കും വെക്ടർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ ഇവിടം വരെ ആയിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടം വരെ ആണെങ്കിൽ യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ് കിട്ടണമെങ്കിൽ ലൊക്കേഷൻ ഇങ്ങനെയാണ്. എ ക്യാപ്പ് ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. അപ്പോൾ വെക്ടർ എ എന്താണ്? a1i പ്ലസ് a2j പ്ലസ് a3k ബൈ ഇറ്റ്സ് മോഡുലസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് a3 സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്കൊരു വെക്ടർ തന്നിട്ട് ആ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ പറഞ്ഞാൽ ചെയ്യാം. ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്നും വെക്ടർ എയും വെക്ടർ ബിയും തന്നിട്ട് അവർ ഈക്വൽ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? വെക്ടർ എ ഈക്വൽ ടു വെക്ടർ ബി ആണുള്ള കണ്ടീഷൻ ഏതാണ്? a1 ഈക്വൽ ടു b1 ആയിരിക്കണം, a2 ഈക്വൽ ടു b2 ആയിരിക്കണം, a3 ഈക്വൽ ടു b3 ആയിരിക്കണം. അതുപോലെ രണ്ട് വെക്ടേഴ്സ് വന്നിട്ട് അവർ കൊളീനിയർ ആണോ ചെയ്യണമെങ്കിൽ ഉള്ള കണ്ടീഷൻ ഇങ്ങനെയാണ്. വെക്ടർ എ ഈക്വൽ ടു ലാംഡ വെക്ടർ ബി ആയിരിക്കണം. അതായത് a1/b1 ഈക്വൽ ടു a2/b2 ഈക്വൽ ടു a3/b3 ആയിരിക്കണം. ഇനി ഒരു വെക്ടർ നമുക്ക് തന്നിട്ട് അതിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ പറഞ്ഞാൽ ആൻസർ ഇക്വേഷൻ ഈസ് a cap ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് എ. അപ്പോൾ വെക്ടർ എ മോഡൽ നമ്മൾ നേരത്തെ തന്നിട്ടുള്ള ചോദ്യത്തിൽ തന്നിട്ടുള്ള പോലെ അത് നേരെ എഴുതാം. എന്നിട്ട് അതിൻ്റെ മോഡുലസ് ആണ്. മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കുക? സ്ക്വയർ റൂട്ട് ഓഫ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് i, j ആൻഡ് k. അപ്പോൾ നമുക്ക് li പ്ലസ് mj പ്ലസ് nk എന്ന് പറഞ്ഞാൽ ഇത് ഒരു യൂണിറ്റ് വെക്ടർ ആയിരിക്കും. കാരണം എന്താ? ഇങ്ങനെയാണ് ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്താ നമ്മൾ പഠിച്ചു? മാഗ്നിറ്റ്യൂഡ് 1 ആകുന്ന വെക്ടേഴ്സിനെയാണ് നമുക്ക് യൂണിറ്റ് വെക്ടർ എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ. ഈ എല്ലും എമ്മും എല്ലും എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? ഏതാ? ഡയറക്ഷൻ കൊസൈൻസ്. കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്താണ്? ഈക്വൽ ടു 1 ആണ്. അപ്പോൾ റൂട്ട് 1 ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടി? 1 കിട്ടി. മാഗ്നിറ്റ്യൂഡ് 1 കിട്ടുന്ന വെക്ടേഴ്സിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക? യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കാൻ പറ്റുക. ഇപ്പോൾ ഒരു വെക്ടർ എ ഈക്വൽ ടു ai പ്ലസ് bj പ്ലസ് ck എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എ
ബി സി ഇവരെ വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ്.